ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളൊരു വീണ്ടും ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. അതെന്തോ മാംഗോ സ്റ്റിക്കി റൈസ്. മാംഗോ സ്റ്റിക്കി റൈസ് ഒരു തായ് ഇൻസ്പയർഡ് ഡിസേർട്ട് ആണ്. ഇന്ന് ഞങ്ങൾ ഫുൾ ഔട്ട് ഓഫ് സ്ക്രാച്ച് ആയിട്ടായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഹൗ വിൽ ദിസ് റിസൾട്ട്? പ്ലീസ് സ്റ്റേ ട്യൂൺഡ് ആൻഡ് കീപ് വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. ആദ്യം ഞങ്ങളുടെ മാംഗോ എടുത്തിട്ട് എങ്ങനെ അങ്ങ് വെട്ടുക. നെക്സ്റ്റ് ജാസ്മിൻ റൈസ് എടുത്ത് ബോയിൽ ചെയ്യുക. ഈ ജാസ്മിൻ റൈസ് സെപ്പറേറ്റ് ചെയ്യുക. ജാസ്മിൻ റൈസ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യിച്ചിട്ട് പാൻ ഒന്ന് അടിച്ച് വെക്കണം. ഓക്കെ, പിന്നെ ഓപ്ഷണൽ ആയിട്ട് ബസ്മതി റൈസും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അരിക്കിപ്പോൾ ഇങ്ങനത്തെ സ്റ്റിക്കി കൺസിസ്റ്റൻസി ആകുമ്പോൾ അരി റെഡി. പിന്നെ ആ അരി ഉണ്ടല്ലോ, ആ അരി ട്രാൻസ്ഫർ ചെയ്ത് ഫ്രിഡ്ജിൽ 5 മിനിറ്റത്തേക്ക് വെച്ചേക്കുക കേട്ടോ. അത് കൂളാവും. സോസിന് വേണ്ട ആവശ്യമുള്ള കോക്കനട്ട് മിൽക്ക് ഇടുക. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, ഒത്തിരി ഉപ്പ് ഇടരുത്. പിന്നെ ഒന്ന് 3 മിനിറ്റ് ഇങ്ങനെ കലക്കുക ഹൈ ഫ്ലെയിമിൽ. പിന്നെ 4-5 സ്പൂണ് ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര. ഷുഗർ മെൽറ്റ് ചെയ്യുന്നവരെ ലോ ഫ്ലെയിമിൽ സ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഫ്രിഡ്ജിൽ ചെന്ന് ആ വെച്ച അരി തിരിച്ച് പുറത്തെടുക്കുക. ഇപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ സോസ് എടുത്തിട്ട് ഇച്ചിരി റൈസിലോട്ട് ഇടുക. പിന്നെ സോസും ചോറും ഇട്ട് അങ്ങ് മിക്സ് ചെയ്യിച്ചിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ അങ്ങ് വെക്കുക. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കോൺഫ്ലവർ 2 സ്പൂൺ അങ്ങ് ഇട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഉണ്ടാക്കിയ മിക്സ്ചർ സോസിലൂടെ മിക്സ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര വീണ്ടും അങ്ങ് ഇടുക. വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് അങ്ങ് ഇടാം. പിന്നെ ആ റൈസും ആ കോക്കനട്ട് സോസും പിന്നെ ആ മാംഗോ എടുത്ത് കമ്പൈൻ ചെയ്ത ഞങ്ങളുടെ സാധനം റെഡിയായി. Once the rice becomes like this, look at that, nice and sticky. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവാ. അതെന്തോ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. This is the end of the video. Thank you very much. ഇത് നീ ആരാ? ഇത് എനിക്കറിയില്ല. ബോബിയോ? ആരെന്ന്? ബോബി.